സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ടെസ്റ്റുകൾ ബഹിഷ്കരിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം. മലപ്പുറത്ത് പരിശോധന നടത്തുന്ന ഗ്രൗണ്ട് പൂട്ടിയിട്ടു. തിരുവനന്തപുരം മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്നവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസും സമരക്കാരും തമ്മിൽ തർക്കമുണ്ടായി. കൊച്ചിയിൽ ടെസ്റ്റിൽ പങ്കെടുക്കേണ്ട 30 പേരും എത്താത്തതിനാൽ RTO ഉദ്യോഗസ്ഥർ മടങ്ങി. പുതിയ വണ്ടി എടുത്താൽ കൊടുക്കുന്ന റോഡ് ഈ കട്ടർ റോഡ് അഴുക്ക റോഡ് 10 ദിവസം ആവുന്നതിന് മുമ്പേ വണ്ടി കട്ടപ്പുറത്ത് കയറും. ഇതിന്റെ പണി പൈസ ആര് തരും? സർക്കാർ തരുമോ? മന്ത്രിക്ക് പലതും പറയാം. മന്ത്രിക്ക് പലതും പറയാം. മന്ത്രി പറഞ്ഞല്ലോ, മന്ത്രി ഗൾഫിലാണ് എടുത്തതെന്ന്. ഇവിടെയുള്ള ആളുകൾക്ക് അത്രയും ഗൾഫിൽ പോയി എടുക്കാനുള്ള നിവൃത്തിയുണ്ടോ? ഇവിടെയല്ലേ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണോ ഈ പെണ്ണുങ്ങൾ ഇതുപോലെ പോയി, നമുക്ക് മറ്റുള്ളവർ ആണുങ്ങൾ പറഞ്ഞോട്ടെ, പക്ഷെ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും പറ്റൂല. ഗിയറുള്ള വണ്ടി ഓട്ടിക്കണമെന്നാണ് പറയണത്. 60 വയസ്സായ സ്ത്രീനെ ഞങ്ങൾ ബുള്ളറ്റ് കയറ്റി വിടട്ടോ? ഇതൊക്കെ ഒരു ന്യായം ഇല്ല കുട്ടി പറയണേന്. ഇവർക്ക് 120 ഡ്രൈവിംഗ് ടെസ്റ്റുകളാണ് ഡെയിലി നടന്നുകൊണ്ടിരുന്നത്. അതൊരു സുപ്രഭാതത്തിൽ അത് 50 ആക്കി കുറച്ച്. അങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടുത്തെ കുട്ടികളെല്ലാവരും കഷ്ടപ്പെട്ട് ആ ഡേറ്റ് എടുത്തതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു തീരുമാനവും ഇല്ലാത്തതിന്റെ ഭാഗമായി അതെല്ലാ ഡേറ്റുകളും ക്യാൻസൽ ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ എറണാകുളം RTO 3000-ൽ പരം കുട്ടികളുടെ ഡേറ്റാണ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്തത്. അത് അവർ റീസൺ പറഞ്ഞത് കോവിഡ് ആണെന്നാണ്. അപ്പം ഇത്തരം ഉത്തരവാദിത്വമില്ലാത്ത വിധത്തിലുള്ള ഒരു ഇടപെടലാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞത് കുട്ടികളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. ഓട്ടോമാറ്റിക് വണ്ടിയിൽ ടെസ്റ്റ് നടത്താൻ പാടില്ല. ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നതാണ്. സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്, അതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. പറഞ്ഞിട്ട് ആ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ടാണ് പറയണത് അതിനകത്ത് പറ്റൂലെന്ന് പറയുന്നത്. അങ്ങനെ പല കാര്യങ്ങളിലും ഇന്നത്തെ യുവാക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സർക്കുലറാണ് ഈ വന്നിരിക്കുന്നത്. ശക്തമാണ്, ഇനിയും ഇതിൽ കൂടുതൽ ശക്തമാണ്. നമ്മളെ കാര്യങ്ങൾ ഈ 4/24 സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ നമ്മൾ ഇനി അനിശ്ചിതകാലത്തിലോട്ട് പോകും. ഇന്നതിന്റെ തുടക്കം മാത്രമാണ്. ഗ്രൗണ്ടുകൾ ഇതിനായി സജ്ജമാക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ, ഏതെങ്കിലും ഗ്രൗണ്ടുകൾ തയ്യാറായിട്ടുണ്ടോ? സർക്കാരിന്റെ കാശില്ലല്ലോ, അതുകൊണ്ട് ഒരിടത്തും സജ്ജമായിട്ടില്ല. മന്ത്രി ഇപ്പോൾ ഒരു 60 സ്ലോട്ട് ആക്കിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഉത്തരവുകളൊന്നും പൊതുവെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 30-ന് പകരം 60 ഇന്ന് തൊട്ട് 60 സ്ലോട്ട് ആക്കുന്നു. 40 ഫ്രഷും 20 ഫെയിലുകാരും. ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ പരിഷ്കാരങ്ങൾ കോടതി പറഞ്ഞാൽ പിൻവലിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. 4 മിനിറ്റ് കൊണ്ട് ലൈസൻസ് നൽകണം എന്ന് കോടതി പറഞ്ഞാൽ അനുസരിക്കുമെന്ന് മന്ത്രി 24-നോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് 4 മിനിറ്റ് കൊണ്ടും 3 മിനിറ്റ് കൊണ്ടും ഒരു ലൈസൻസ് കൊടുത്ത് തീർത്തേക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് തന്നാൽ ഞാൻ തീർച്ചയായിട്ടും അനുസരിക്കാൻ ഇവർ പ്രതിഷേധിച്ചോട്ടെ. എനിക്ക് ഈഗോ പ്രശ്നമൊന്നുമില്ല, എന്റെ സ്വന്തം കണ്ടുപിടുത്തമൊന്നുമല്ലല്ലോ. പക്ഷെ ഞാൻ പറയുന്നത് കേരളത്തിലെ റോഡിൽ നടന്നു പോകുന്ന സ്കൂട്ടറിൽ പോകുന്ന പാവങ്ങളെ കുറിച്ചാണ്. മരിക്കുന്ന ദിവസം നമ്മൾ കൂടെ കരയാറുണ്ട്. മരിച്ചു, ആ കുടുംബം താറുമാറി പോയി. വീടിന്റെ നാഥനായിരുന്ന ആൾ ആക്സിഡന്റിൽ മരിച്ചു. അതിനെ തുടർന്ന് ആ കുടുംബം വഴിയാധാരമാകാറുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ആരും ചിന്തിക്കാറില്ല. ഇതൊരു അനീതിയാണ്, ഇതൊരു അഴിമതിയാണ്. ഇതിനെതിരായിട്ടാണ് ഗണേഷ് കുമാറിന്റെ നിലപാട്. അതിനെതിരെ ജനങ്ങൾക്ക് നിലപാട് വേണം എടുക്കാൻ, അനുകൂലിച്ചതാണ്. കേരളത്തിലെ ജനങ്ങളോടും മാധ്യമങ്ങളോടും എനിക്ക് പറയാനുണ്ട്, ഈ തെറ്റിന് കൂട്ടു നിൽക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മനുഷ്യജീവന് വിലയുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ KSRTCയിൽ മദ്യം നിരോധിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി മദ്യപരിശോധന നടത്തി. 36 ആക്സിഡന്റാണ് ഒരാഴ്ചയിൽ നടന്നത്. കൊന്നുകൊണ്ടിരുന്ന 6 പേരെ 5 പേരെ 7 പേരെയാണ് മരിച്ചുകൊണ്ടിരുന്നത്. KSRTC ഇടിച്ചു മാത്രം കേരളത്തിൽ. പക്ഷേ മദ്യം പരിശോധിക്കാൻ തുടങ്ങിയ ശേഷം 25 ആക്സിഡന്റ് ആണ് ഒരാഴ്ചയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ മരണം എന്ന് പറയുന്നത് 0 ആണ് എന്ന് മനസ്സിലാക്കണം. മരണം 0 ആയി. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. വ്യാപകമായ പ്രതിഷേധമാണ് എല്ലായിടത്തും. അഖിൽ ഷാ തിരുവനന്തപുരത്ത് നിന്ന്, ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന്, അശ്വിൻ ബാലാഴി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം അഖിൽ ഷാ അൻസാറിലേക്ക്. അഖിൽ, തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ടെസ്റ്റ് നടക്കുന്നുണ്ടോ? ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? വേണു, തിരുവനന്തപുരത്ത് കടുത്ത പ്രതിഷേധം തന്നെയാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുന്നതിനായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതുപോലെ തന്നെ CETUവിന്റെ തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ ഈ മുട്ടത്തറയിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രത്യേക ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിലെത്തിയിരുന്നു. അവിടെ വലിയ സമരം നമ്മൾ കണ്ടതാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസും അതുപോലെ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമസ്ഥരും തമ്മിൽ ചെറിയ തർക്കങ്ങളും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും അതിന് കാരണമായത് ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയ 1-2 പേരെ ഈ ഗ്രൗണ്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു എന്നുള്ള ആരോപണത്തിലാണ് പോലീസുമായി ഒരു തർക്കം ഉണ്ടാകുകയും പിന്നീട് അതങ്ങനെ പോവുകയും. എന്തായാലും നിലവിൽ ഇപ്പോഴും ഈ സ്ഥലത്ത് പ്രതിഷേധം തുടരുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ നോക്കിയാൽ തന്നെ കാണാം വലിയ പ്രതിഷേധം. ഈ ഗേറ്റ് ഇപ്പോൾ നിലവിൽ അടച്ചിരിക്കുകയാണ്. സമരക്കാരെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ആരെയും അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കേണ്ട എന്നുള്ളൊരു നിലപാടിലാണ് സമരം ചെയ്യുന്ന ആളുകളും. അതുപോലെ അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഖിൽ ഷാ, തുടർന്നോളൂ. അഖിൽ ഷായിലേക്ക് വരാൻ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്.
ഷഹദ്, അവിടെ ടെസ്റ്റ് ഗ്രൗണ്ട് അടച്ചുവരെയുള്ള പ്രതിഷേധമായിരുന്നു ഇന്ന് പകലുണ്ടായത്, ഇന്ന് രാവിലെ ഉണ്ടായത്. എന്താണ് നിലവിലെ സാഹചര്യം, എന്തൊക്കെയാണ് വിവരങ്ങൾ? നിലവിൽ സമരം അത് പുരോഗമിക്കുകയാണ്. ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വേണോ ഷഹദ് പറഞ്ഞോളൂ, കേൾക്കാം. നിലവിൽ ഉദ്യോഗസ്ഥരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ പരിശോധന ഒന്നും തന്നെ അല്ലെങ്കിൽ ടെസ്റ്റ് ഒന്നും തന്നെ നടക്കുന്നില്ല. അത് സംബന്ധിച്ച ഇതുവരെ ഒരു തീരുമാനം എടുക്കാനും പറ്റിയിട്ടില്ല. കാരണം നിലവിൽ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും കനത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ. അതിനിടയിലാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ വിവാദ പരാമർശം കൂടി പുറത്തു വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് മലപ്പുറത്തെ ഒരു വിഭാഗം ഗുണ്ടകളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയം മുമ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രതികരണം കൂടി വന്നു. ഇതോടുകൂടി ഇപ്പോൾ ഈ സമരം നടത്തുന്ന ഈ ഓണർമാർ അല്ലെങ്കിൽ സമരം നടത്തുന്നവർ കനത്ത പ്രതിഷേധത്തിലാണ്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മുതൽ വലിയ രീതിയിൽ ഇവിടെ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. ഒരാൾ പോലും ഇന്ന് ഇതുവരെ ടെസ്റ്റിന് ഇവിടെ എത്തിയിട്ടില്ല. പക്ഷേ ടെസ്റ്റിന് എത്തിയിട്ടില്ലെങ്കിൽ പോലും ഈ ഡ്രൈവിംഗ് ഓണേഴ്സ്, അതായത് ഈ കമ്പനിയുടെ ഓണേഴ്സുകളെല്ലാം ഇവിടെ തന്നെ ഇടയ്ക്ക. എന്താണ് ഇപ്പം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പരാമർശമൊക്കെ വന്നിട്ടുണ്ട്, എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത്? എങ്ങനെ പരാമർശിക്കണമെന്ന് പറഞ്ഞെങ്കിൽ മൂപ്പര് നമ്മൾ ഗുണ്ടാണ്, പിന്നെ ഗുണ്ടായിസ കാട്ടിക്കൊണ്ട് നടക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് മാഫിയകളാണ്. നമ്മൾ മാഫിയകൾ കൊണ്ടാകുന്നില്ല, അന്തസ്സായിട്ട് ഇവിടെ പഠിത്ത് ജീവിച്ചു പോണ്. ഒരു നേരത്തെ കഞ്ഞി കുടിച്ചിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവരൊക്കെ ഒരു ടെസ്റ്റ് പാസ്സായി കിട്ടാനൊക്കെ വളരെ വില കൈചുങ്കാലും പിടിച്ച് അങ്ങനെ ഇതിൻ്റെ കിട്ടിട്ട് അവർക്ക് വണ്ടി നല്ലോണം ടെസ്റ്റ് കൊടുത്ത് നല്ലോണം പ്രാക്ടീസ് കൊടുത്തിട്ടാണ് നമ്മൾ കണ്ട് കുട്ടികളെ ടെസ്റ്റ് കൊണ്ടിരുന്നത്. എന്നിട്ട് അതിൽ കിട്ടിയ ഓരോ ഇഷ്ടത്തിന് കുട്ടികൾ പാസ്സാണെങ്കിൽ പാസ്സാക്കും, ഫെയിൽഡാണെങ്കിൽ ആ സ്പോട്ടിൽ ഇറക്കി വിടുകയാണ് കുട്ടികളെ. കേരളത്തിൽ കൊണ്ട് വണ്ടി എടുക്കുന്നുണ്ട്, എടുപ്പിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ മലപ്പുറം ഒന്ന് വന്ന് നോക്കി മന്ത്രിയുടെ ഈ പ്രസ്താവന അനാവശ്യമാണ്. പിന്നല്ലാണ്ട് കേരളത്തിൽ മൂപ്പര് ഒരു മറ്റേ സിമെന്റിന്റെ ഒരു കല്ല് കെട്ടിയിട്ട് അതിമൊരു കയറ്റം ഉണ്ടാക്കിയിട്ട് വലിയ കയറ്റമുണ്ട് മലപ്പുറത്ത്. കോട്ടക്കുന്നിന്റെ കയറ്റം, പോലീസ് സ്റ്റേഷന്റെ കയറ്റം, കാവുങ്ങളുടെ കയറ്റം. ഇവിടെ ഒന്ന് സാറൊന്ന് വന്ന് നോക്കി, മന്ത്രി സാറൊന്ന് വന്ന് നോക്കിയിട്ട് പറയും. ഇവിടെയൊക്കെ വെച്ചിട്ടാണ് നമ്മളെ എംപിമാരെ ടെസ്റ്റ് നടത്തല്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു പുതിയ നിയമം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നതിൽ നമുക്ക് അതിന് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ കൊണ്ടുവരുന്നതിൽ നമുക്ക് നിയമം കൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല. മന്ത്രി പറയുന്നത് മലപ്പുറത്ത് ഒരു വിഭാഗം ഗുണ്ടകളാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നതെന്നാണ്. ആ ഗുണ്ടകളായി മൂപ്പര് പറയാൻ മാപ്പ് പറയുന്നത് വേണം. നമ്മൾ ഈ തന്തകളെ പറ്റിയൊക്കെ അനാവശ്യ വർത്താനം പറയുന്നത് ഇതിനൊക്കെ അനുഭവിച്ചിട്ടേ ഇതൊക്കെ പോകുള്ളൂ. എന്താ പറയുന്നുണ്ട്? ഇതൊക്കെ നമ്മൾ പറയും നമ്മളൊക്കെ ഈ തന്താറായി കിടക്കണം, നമ്മളൊക്കെ ഗുണ്ടാളാണ് മറ്റാണെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഗുണ്ടേ നമ്മളിവിടെ തട്ടിയിട്ട് ഇവിടെ ഗുണ്ടായിട്ട് ഇവിടെ നടത്തിയിട്ട് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചോക്കാണ് നമ്മളെ പറ്റിയിട്ട് ഇവിടെ മലപ്പുറത്തേക്കല്ലേ. സമരത്തിന് ഒരു ജില്ല മുഴുവൻ മാഫിയ എന്ന് മുദ്ര കുത്താൻ പാടില്ലല്ലോ. ഇതിപ്പോ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു യൂണിയനോ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ അസോസിയേഷനോ നടത്തുന്ന ഒരു സമരമാണ്. ആ സമരത്തിന് ഈ മലപ്പുറം ജില്ലയിൽ എത്രയോ പ്രായം ചെന്ന ആൾക്കാരും ജീവിക്കാൻ തന്നെ മാർഗമില്ലാത്ത ആൾക്കാരുണ്ട്. അവരൊക്കെ ഗുണ്ടകളും മാഫിയകളാണെന്നുള്ള ഒരു ജില്ലേനെ മുഴുവൻ മുദ്ര കുത്താൻ പാടുണ്ടോ? അത് ചെയ്യുന്നത് തെറ്റന്നെയല്ലേ? നമുക്കിത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് കിട്ടണം, നമുക്ക് എന്താണ് പോലീസ് സ്റ്റേഷനിൽ കിട്ടണം, സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടണം. പിന്നെ നമ്മളെങ്ങനെ ഗുണ്ടകളാണു? നമ്മളെ പേരിൽ കേസ് ഉണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. ഇതാണ് നിലവിൽ വേണു ഇവിടുത്തെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. കാരണം മന്ത്രിയുടെ ഈ ഒരു പ്രതികരണം അത് കൂടുതൽ പ്രകോപനത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം രാവിലെ മുതൽ തന്നെ ഈ വെയിലൊക്കെ അവഗണിച്ചും വലിയ രീതിയിലുള്ള സമരം ഇവിടെ നടക്കുകയാണ്. CITUവിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ മന്ത്രിയുടെ ഈ പ്രസ്താവനയെ തള്ളി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. കാരണം മന്ത്രി നടത്തിയത് ആ പ്രസ്താവന വളരെ മോശമാണ്. ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം എന്നതാണ് പ്രധാനമായിട്ടും ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. നമുക്ക് കാണാം എന്റെ ചുറ്റിലും ഇവിടെ വലിയ ഈ ആളുകളൊക്കെ തന്നെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഒപ്പം തന്നെ തൊട്ടടുത്ത് അപ്പുറം ഈ ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ ഉദ്യോഗസ്ഥർ ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആരും പരിശോധനയ്ക്കൊന്നും വന്നിട്ടില്ല. നിലവിൽ ഇത്തരത്തിൽ നേരത്തെ ഡേറ്റ് നൽകിയിട്ടുണ്ടായിരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഫോണുകളിലേക്ക് വരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് COVID-19 തുടർന്ന് നിലവിലെ സാഹചര്യത്തിൽ പരിശോധനകൾ നടത്താൻ അല്ലെങ്കിൽ ടെസ്റ്റ് നടത്താൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ ഈ ഡേറ്റ് കിട്ടിയ ആളുകൾക്ക് വന്നിട്ടുള്ള പ്രഥമ. ഇപ്പോൾ CITUവിന്റെ ജില്ലാ സെക്രട്ടറി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ മന്ത്രിയുടെ പ്രസ്താവനയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സർക്കാർ അനുകൂല സംഘടന കൂടിയാണ് CITU. ആ ഒരു ഘട്ടത്തിൽ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരാൻ പാടുന്ന ഒരു പ്രസ്താവനയായിരുന്നോ ഇത്? തീർച്ചയായും അല്ല. ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുന്നത് കേന്ദ്ര മോട്ടോർ വാഹന നിയമം അനുസരിച്ച് ലൈസൻസ് കിട്ടിയ ആൾക്കാരാണ്. ഈ ലൈസൻസ് ഞങ്ങൾക്ക് തരണമെങ്കിൽ ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ഉടമയോ അതിൽ ജോലിക്കാരും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഓരോ ജില്ലാ ഓഫീസിൽ നിന്നും പോലീസ് ക്ലിയറൻസ് ഹാജരാക്കി അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ്, അതേപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, ഗസറ്റഡ് ഓഫീസറുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും ഹാജരാക്കിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് ലൈസൻസ് തരുന്നത്. ഈ ഞങ്ങളെ സമാധാനപരമായിട്ട്
ഞങ്ങൾ സമരം ചെയ്യുക. നിങ്ങളൊക്കെ ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഒരിക്കലും പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ പോലും വിളിച്ചിട്ടില്ല. CITയുടെ നേതൃത്വം CIT 29-ാം തീയതി പ്രഖ്യാപിച്ചതാണ് ഈ അനിശ്ചിതകാല സമരം. ഈ സമരം ഞങ്ങൾ സമാധാനമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ മാഫിയകളാണ്, ഗുണ്ടകളാണ് എന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ തൊഴിലുറപ്പ് ഇത് മന്ത്രി പിൻവലിച്ച് മാപ്പ് പറഞ്ഞേ പറ്റൂ. അതാണ് ഞങ്ങളുടെ ആവശ്യം. എന്തായാലും മന്ത്രി പിൻവലിച്ച് മാപ്പ് പറയണം എന്നതുള്ളതാണ്. മലപ്പുറത്ത് ഇത് സംയുക്തമായിട്ട് നടത്തുന്ന ഏതെങ്കിലും ഒരു വിഭാഗക്കാർ മാത്രം നടത്തുന്നതല്ല, പ്രത്യേകിച്ച് മുൻകൂട്ടി തീരുമാനിച്ച ഒരു സമരം കൂടിയാണ്. അതിനെതിരെ മന്ത്രിയുടെ ഈ പ്രസ്താവന അത് കൂടുതൽ പ്രകോപനത്തിനാണ് ഇടയാക്കിയിട്ടുള്ളത്. എന്തായാലും ടെസ്റ്റ് നടത്താൻ എന്തായാലും ഇവർ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വേണം ശരി, മലപ്പുറത്ത് പ്രതിഷേധം തുടരുന്നതിനൊപ്പം തന്നെ മന്ത്രിയുടെ പ്രകോപനപരമായ പരാമർശവും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ് ജില്ലയിൽ. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി വീണ്ടും ചേരുന്നുണ്ട്. അഖിൽ ഷാ, എല്ലായിടവും പ്രതിഷേധമാണ്. തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ജീവനക്കാരുടെയും അതുപോലെ തന്നെ ഈ സംഘടനകളുടെ ഭാഗത്തു നിന്നുമൊക്കെയുള്ള എതിർപ്പ്, പ്രതിഷേധം? രാവിലെ മുതൽ തന്നെ വിവിധ രാഷ്ട്രീയ സംഘടനകൾ, അതിന്റെ ട്രേഡ് യൂണിയനുകൾ, അതുപോലെ തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ, ഇവർ എല്ലാവരും സംഘടിതമായി തന്നെ ഞാനിപ്പോൾ ഉള്ള ഈ മുട്ടത്തറ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിലുണ്ട്. രാവിലെ മുതൽ തന്നെ ഇവർ വലിയ പ്രതിഷേധത്തിലാണ്. നമുക്കറിയുന്ന പോലെ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഫെബ്രുവരി മാസത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തുവിട്ട ഒരു സർക്കുലർ, ആ സർക്കുലറിലാണ് ഈ ഡ്രൈവിംഗ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഉള്ള നിർദ്ദേശം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് ഗ്രൗണ്ടുകൾ ആധുനിക രീതിയിലേക്ക് മാറ്റണം എന്നുള്ളതായിരുന്നു. പക്ഷേ അതിൽ ഇവർക്ക് വലിയ എതിർപ്പുണ്ട്. കാര്യം, അത്തരത്തിൽ ആധുനിക രീതിയിലേക്ക് മാറ്റാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഇവർക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ പറയുന്ന 15 വർഷത്തിലധികമുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കരുത് എന്നുള്ളൊരു കാര്യവും ഈ സർക്കുലറിൽ പറയുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പക്ഷേ ഈ നിലവിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകളിലൊന്നും ഏതെടുത്താലും ഏറ്റവും കൂടുതലുള്ളത് 15 വർഷത്തിന് ശേഷമുള്ള വാഹനങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇവരെയൊക്കെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാടാണ് സർക്കാരിനുള്ളത്. അത് പ്രത്യേകിച്ച് ഗതാഗത മന്ത്രിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ മേഖലയെ തന്നെ തകർക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നു എന്നുള്ളൊരു ആരോപണം ഈ പറയുന്ന CITUവിനും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെയുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ തന്നെ നമ്മളോട് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞു, ചേട്ടാ, ഈ മന്ത്രിയുടെ നിലപാടെന്ന് പറയുന്നത് അത് കോടതി പറയട്ടെ, കോടതി പറയുകയാണെങ്കിൽ ചെയ്യാം, ജനങ്ങൾക്കായാണ് ഇത്തരത്തിലൊരു സർക്കുലർ. കോടതി പറഞ്ഞ മന്ത്രിയായാലും വ്യക്തിയായാലും ചെയ്തേ പറ്റുള്ളൂ. കോടതിയെ അനുസരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇത് ആവശ്യമില്ലാത്ത ഒരു ഇതാണ്. ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാമെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു. എന്താണ്ട് ഇത് നമ്മുടെ കൂടെ അല്ല, ഈ പ്രായത്തിൽ നമ്മൾ ഈ ജോലി എടുത്ത് ജീവിക്കണം. മനസ്സിലായി, നമുക്കിത് ഈ ഫീൽഡിൽ നിന്ന് വിട്ട് വേറൊരു ഫീൽഡിലോട്ട് പോകാൻ പറ്റില്ല അല്ലേ? അപ്പൊ ഇതിലിട്ട് ഇങ്ങനെ ജീവിച്ച് പോണ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അവർ ചെയ്യുന്നത്. നമ്മളെ വീട്ടിലൊക്കെ ഉള്ളവരെ ജനിച്ച കുട്ടികൾ ഒരു 6 മാസം അല്ലെങ്കിൽ 10 മാസം, 1 വയസ്സ് 2 വയസ്സ് ആകുമ്പോഴേ എഴിച്ചിരിക്കുന്നത്. അപ്പൊ എവന്റെ വീട്ടിലുള്ളവരെല്ലാം നേരത്തെ എഴിച്ച് നടക്കുകയോ ഓടുകയൊക്കെ ചെയ്യുമോ? അത് ചോദിക്കട്ടെ, അങ്ങനെ ഒരു ഇതില്ല. കേരളത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പ്രാക്ടീസും ബാലൻസും ഒക്കെ വരുള്ളൂ. അപ്പോഴും നല്ല രീതിയിൽ ഓടിക്കുന്നത്. അല്ലാതെ അല്ലെങ്കിൽ മൃഗങ്ങളായിരിക്കും, മൃഗം പ്രസവിച്ചോടുന്ന കഴിച്ചു പോകണം. ഇത്തരത്തിലാണ്. അതായത് മന്ത്രിയുടെ പരാമർശത്തിനെതിരെയും വലിയ പ്രതിഷേധം തുടരുന്നുണ്ട്. മന്ത്രി വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കുകയാണെന്നുള്ള കാര്യത്തിലൊക്കെയാണ് ഈ ട്രേഡ് യൂണിയനും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഒക്കെ ഉള്ളത്. എന്തായാലും പ്രതിഷേധം തുടരും. അതിൽ ഈ സർക്കുലർ പിൻവലിക്കും വരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ് സമരക്കാരുടെ തീരുമാനം. ശരി, അശ്വിൻ പാലാഴിയും കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, എന്താണ് കൊച്ചിയിലെ സാഹചര്യം? വേണു, രാവിലെ 8 മണിയോടുകൂടി തന്നെ കാക്കനാടുള്ള RT ഓഫീസിന്റെ ഗ്രൗണ്ടിൽ ടെസ്റ്റിന് വേണ്ടി ആളുകളും വാഹനങ്ങളും ഒക്കെ എത്തിയിരുന്നു. പക്ഷേ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അപ്പോൾ തന്നെ ഈ വന്ന ആളുകളെ പറഞ്ഞു വിടുകയും ഇന്ന് ടെസ്റ്റ് ഇല്ല, അത് നിങ്ങൾക്ക് വേണ്ടിയാണ് സമരം എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു മനസ്സിലാക്കി വിടുകയായിരുന്നു. പിന്നീട് തൊട്ടു പിന്നാലെ തന്നെ RTO ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. 30 പേരായിരുന്നു ഇന്ന് ടെസ്റ്റിന് വേണ്ടി കാത്തുനിന്നത്. എന്തായാലും അന്ന് ഈ 30 പേരും ഇന്ന് എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ 9 മണിയോടുകൂടി തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആബ്സെന്റ് മാർക്ക് ചെയ്ത് RTO ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. എറണാകുളത്ത് ഗ്രൗണ്ടിലെ കാര്യം വെച്ച് നോക്കുമ്പോൾ 78ഓളം ഡ്രൈവിംഗ് സ്കൂളുകളാണ് അവിടെ ഉള്ളത്. അതിൽ നിന്നായി 120ഓളം ആളുകളെ സാധാരണഗതിയിൽ അവിടെ ടെസ്റ്റിന് ഇറക്കിയിരുന്നു. അവിടെയാണ് 60 പേരിലേക്ക് അത് ചുരുക്കിക്കൊണ്ടുവരുന്നത്. ആ കാര്യത്തിലാണ് ഇവർക്ക് വലിയ പ്രതിഷേധം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ രേഖപ്പെടുത്തുന്നത്. ഒപ്പം ഈ 15 വർഷത്തിൽ മുകളിലുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കരുത് എന്നുള്ള സർക്കുലറിലും കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. എറണാകുളത്തിന് പുറമെ മധ്യ കേരളത്തിലെ ഒരു ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ടെസ്റ്റ് നടപടികളും ഇന്ന് ഉണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്.
നടക്കുകയാണ്. പൂർണ്ണമായും എല്ലാ ഗ്രൗണ്ടുകളിൽ നിന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വാഹനങ്ങളുമായി പുറത്തിറങ്ങി പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേണം ശരി, ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടക്കുകയാണ്. എവിടെയും ടെസ്റ്റ് നടന്നതായി റിപ്പോർട്ടുകളില്ല. അശ്വിൻ പാലാഴിയും ഷഹദ് റഹ്മാനും അഖിൽ ഷാൻ സാറുമാണ് വിവരങ്ങൾ നൽകിയത്.